മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കരൾ തകരാറിലായ വിദ്യാർത്ഥി തുടർ ചികിത്സക്കായി സഹായം തേടുന്നു. മഞ്ഞപ്പിത്തം വന്ന് കരളിനെ ബാധിച്ച തലക്കാട് പഞ്ചായത്തിലെ പുല്ലൂരാൽ സ്വദേശിയായ കദളിയിൽ ശിവരാജിന്റെ മകൻ 18-കാരനായ ഷാരൂണാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സഹായം തേടുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഷാരൂണിന്റേത്. ഷാരൂണിന്റെ തുടർ ചികിത്സക്കായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഇസ്മായിൽ ചെയർമാനായും കാസിം എന്ന കുഞ്ഞിപ്പ കൺവീനറായും വാർഡ് മെമ്പർ പി വസന്ത ട്രഷററായുമുള്ള ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട്. വളരെയേറെ ബഹുജനങ്ങളുടെ സഹായം ആവശ്യമുള്ള പ്രയാസകരമായൊരു വിഷയം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഈ മഹലിലെ സാരഥികളും എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നത്. തലക്കാട് പഞ്ചായത്തിലെ പുല്ലൂരാൽ സ്വദേശി കദളിയിൽ ഷാറൂൺ എന്ന കുട്ടി വെറും 18 വയസ്സ് മാത്രമുള്ള ഒരു ബാലനാണ്. കരൾ സംബന്ധമായ രോഗത്താൽ അമൃത ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിന് പ്രശ്നമുണ്ടായി പ്രയാസപ്പെടുന്ന ആ ചെറുപ്പക്കാരന് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തണമെങ്കിൽ ഒരു വലിയ ചികിത്സ തന്നെ ആവശ്യമുണ്ട്. ഇന്ന് ചികിത്സ വളരെയേറെ ഭാരമുള്ളതാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇതിന് ആവശ്യമാണ്. 40 ലക്ഷത്തിലധികം രൂപയാണ് ഇതിനാവശ്യം. വളരെ പാവപ്പെട്ട കദളിയിൽ കുടുംബത്തിലെ ഷാറുവിൻ്റെ കുടുംബത്തിന്, അച്ഛനും അമ്മക്കും ഈ കുഞ്ഞിനെ ചികിത്സിക്കുവാനുള്ള സാമ്പത്തികമായ ഭദ്രതയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് അവനെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ നല്ലവരായ ജനങ്ങൾ, അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന പോലെ, നമ്മുടെ കൈവശമുള്ള ദൈവം തന്നിട്ടുള്ള ധനത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന തിരിച്ചറിവോടുകൂടി നിങ്ങളെല്ലാവരും ഈ ഉദ്യമത്തിൽ സഹകരിക്കണം. സഹകരിച്ച് തീരും വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. സ്നേഹാഭിവാദ്യങ്ങൾ. വളരെ ദരിദ്രമായ കുടുംബത്തിലുള്ള ഒരു കുടുംബത്തിന്റെ നാഥൻ തന്നെയായിട്ടുള്ള ഷാരോണിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഓരോരുത്തരുടെയും കടമയാണ്. തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും. എല്ലാവരും ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്ത് ഷാരോണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മുടെ നാട്ടുകാരുടെ, ഈ പുല്ലൂരാറിലെ ജനങ്ങൾ മൊത്തത്തിൽ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷിച്ച് എടുക്കാനുള്ള ഒരു ബാധ്യത നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ മക്കളെ പോലെ കണ്ടിട്ട് നിങ്ങളെല്ലാവരും അവരെ സഹായിക്കണം. കാരണം ഇത് നമുക്ക് ശരിക്കും അവരെ ഒരു 18 വയസ്സായ ഒരു കുട്ടീനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് 10-40 ലക്ഷം രൂപ വേണം കരൾ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട്. അവരമ്മ ആ കരൾ കൊടുക്കാൻ തയ്യാറാണ്. അതിനുള്ള തുടർ ചികിത്സയും ഒക്കെ ആയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ ആവശ്യമുണ്ട്. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ആ കുട്ടീനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പരമാവധി നിങ്ങളെ കയ്യിലുള്ള സംഖ്യ ഗൂഗിൾ പേ ചെയ്തോ അക്കൗണ്ടിലേക്ക് അയച്ചോ ആ കുട്ടിയെ, ആ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും പരമാവധി കയ്യിലുണ്ടാവുന്ന സംഖ്യ എന്താ ചെയ്യാൻ പറ്റുക, അത്രയും ചെറിയ സംഖ്യ ആയാലും എത്രയും പെട്ടെന്ന് ചെയ്ത് ആ കുടുംബത്തെ രക്ഷിക്കണം, ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് 40 ലക്ഷം രൂപ ചികിത്സാ ചെലവുണ്ട്. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്നാണ്. ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കേസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കദളിയിൽ ഷാരോൺ എന്ന നമ്മളെ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കരൾ സംബന്ധമായ രോഗം മൂർച്ഛിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിലും പ്രാഥമിക ചികിത്സയൊക്കെയാണ്. ആ കുട്ടിയുടെ ജീവൻ തിരികെ കിട്ടണമെങ്കിൽ അവൻ്റെ കരൾ മാറ്റിവെക്കണം. അതിന് ശസ്ത്രക്രിയയുണ്ട്. ഞങ്ങൾ നാട്ടുകാർ ഒന്നിച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്നിച്ചിട്ട് ഷാരോണിൻ്റെ കൂടെ, ഷാരോണിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. നമുക്ക് അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. നിങ്ങൾ കൂടെ ഉണ്ടാവണം. നമ്മൾ ഓരോരുത്തരും അത് ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന നടപടികളായിട്ട് നമ്മളെല്ലാവരും സഹകരിക്കണം. അപ്പം നിങ്ങൾ ഓരോരുത്തരും ആ 18 വയസ്സായ കുട്ടി നമ്മളെ മകനാണ് എന്ന് കരുതിയിട്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, സഹായം ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളിത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാം. എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ച് ഈ സന്ദർഭത്തിൽ, ഈ പ്രതിസന്ധിയിൽ നിന്ന്
ആ കുടുംബത്തെയും കുട്ടിയെയും രക്ഷിക്കണമെന്ന് സവിനയം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. പെട്ടെന്ന് സ്വരൂപിച്ചുകൊണ്ട് എത്രയോ ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു നാടാണ് നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന തുക, ഓരോരുത്തരെ കൊണ്ടും പറ്റുന്ന തുക എന്തോ നിങ്ങൾ അതിലേക്ക് സംഭാവന ചെയ്ത് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് കൂടി. മാത്രമല്ല ഇവരുടെ വീട്ടിൽ അച്ഛൻ ആദ്യം തന്നെ ഒരു ഹൃദ്രോഗിയാണ്. പിന്നെ അമ്മയാലാവുന്ന രീതിയിൽ ജോലി ചെയ്തുകൊണ്ടാണ് വീട് നോക്കി പോകുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും വലിയൊരു ചികിത്സാഭാരം നമുക്ക് എല്ലാവർക്കും അറിയാം, ഷാരോണിനും കുടുംബത്തിനും ഒരിക്കലും താങ്ങാനാവുന്നതല്ല. പക്ഷേ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തിന്റെ ഭാഗമായി മാത്രം ഷാരോണിന് ചികിത്സ ലഭിക്കാതെ പോകരുത് എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രയത്നിക്കുന്നത്. മീഡിയ ന്യൂസ്, തിരൂർ.